പർവ്വതങ്ങളുടെ നിസീമമായ മൗനത്തിലേക്ക്, മഞ്ഞു പൊതിഞ്ഞ പുൽമേടുകളുടെ തിരശീലയ്ക്കുള്ളിലേക്ക്. ഇതൊരു യാത്രയാണ്. ഒരുപാട് കാഴ്ചകൾ, ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ. സോനാമാർഗ് എന്ന അത്ഭുത ഭൂമിയിലേക്ക് ഇവിടെ വന്നപ്പോൾ കാറ്റ് ഒന്ന് പാടിയതുപോലെ തോന്നി, മഞ്ഞ് ഒന്ന് തഴുകിയതുപോലെ. നീ വൈകിയാണല്ലോ വന്നത്, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് ആരോ മന്ത്രിക്കുന്ന പോലെ. കാശ്മീരിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു സ്വർഗ സദൃശ്യമായ പ്രദേശമാണ് സോനാമാർഗ്. ഈ പേര് സംസ്കൃത ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. സോന എന്നാൽ സ്വർണം എന്നും മാർഗ് എന്നാൽ വഴി എന്നുമാണ്. അതായത് സ്വർണ വഴി എന്നർത്ഥം. ഈ പേരിൽ തന്നെയുണ്ട് ഈ സ്ഥലത്തിന്റെ പ്രകൃതി സൗന്ദര്യം. സോനാമാർഗ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ഗാന്ദർബൽ ജില്ലയിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2800 മീറ്റർ ഉയരത്തിലും ശ്രീനഗറിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ വടക്ക് കിഴക്കുമായിട്ടാണ്. കാശ്മീർ താഴ്വരയിലെ ബൃഹത്തായ ഹിമാലയൻ ഹിമാനികളായ കൊൽഹോയ്, മഡ്ഷോയ് എന്നീ ഹിമാനികളും 5000 മീറ്ററിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികളായ സീർബാൽ പീക്ക്, കൊൽഹോയ് പീക്ക്, അമർനാഥ് പീക്ക്, മക്കോയ് പീക്ക് എന്നിവയും സോനാമാർഗിന്റെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. കനത്ത മഞ്ഞുവീഴ്ചയും ഹിമപാതവും കാരണം ശൈത്യകാലത്ത് ഇവിടേക്കുള്ള പ്രവേശനം അസാധ്യമാണ്. 2011 ഇന്ത്യൻ സെൻസസ് പ്രകാരം ഇവിടത്തെ ജനസംഖ്യ 392 ഇതിൽ പുരുഷന്മാർ 51%, സ്ത്രീകൾ 49%. ഇവരെ സോനാമാർഗിലെ സ്ഥിരം താമസക്കാരായി കണക്കാക്കുന്നു. 15 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഉയർന്ന ചുരമായ സോജില പാസ് കടന്നാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ലേ ലഡാക്കിലേക്ക് പോകുന്നത്. ഇളം വെയിലിൽ പുഞ്ചിരിക്കുന്ന ഹിമശൃംഗങ്ങളും പച്ച മൈതാനങ്ങളും തടാകങ്ങളും സോനാമാർഗിനെ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട വിനോദ കേന്ദ്രമാക്കുന്നു. ഹിമഗിരി മേഖലകളിലൂടെയുള്ള ട്രെക്കിംഗ് പാതകൾ, ആകർഷകമായ താഴ്വരകൾ, സിന്ധു നദി ഇവയെല്ലാം സഞ്ചാരികളുടെ മനസ്സ് കവരുന്നവയാണ്. കാലാവസ്ഥ തണുത്തതാണെങ്കിലും സുഖകരമാണ്. മാർച്ച് മുതൽ ഒക്ടോബർ വരെയുള്ള സമയമാണ് സന്ദർശനത്തിന് ഏറ്റവും അനുയോജ്യമായത്. താജിവാസ്, കോളോഹോയ് ഗ്ലേഷ്യറുകൾ, വിഷ്യൻസ് തടാകം, കൃഷൻസാര തടാകം തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള ട്രെക്കിങ്ങുകൾ സോനാമാർഗിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അമർനാഥ് യാത്രയ്ക്കുള്ള പ്രധാന ഇടവഴികളിലൊന്നാണ് സോനാമാർഗ്. കാശ്മീരിന്റെ ഒരു പ്രധാന ടൂറിസം ഹബ്ബായ സോനാമാർഗ് പ്രാദേശിക ജനങ്ങളുടെ പ്രധാന ജീവിതോപാധിയാണ്. കാശ്മീരി സംസ്കാരവും ഭക്ഷണവും സന്ദർശകർക്കൊരു പുതിയ അനുഭവമാണ് നൽകുന്നത്. മലനിരകളുടെ മയക്കുന്ന കാഴ്ചയും ശാന്തതയും ഇഷ്ടപ്പെടുന്നവർ ഇത് ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലമാണ്. ഒരിക്കൽ അവിടെ പോയാൽ ജീവിതകാലം മുഴുവനും അതിൻ്റെ സ്മരണയിൽ കഴിയും. നല്ല നല്ല കാഴ്ചകൾക്ക് വേണ്ടി, വ്യത്യസ്ത അനുഭവങ്ങൾക്ക് വേണ്ടി നമുക്ക് യാത്രകൾ തുടരാം. മറ്റൊരു പുത്തൻ യാത്രയുമായി വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.